മാരത്തൺ ചർച്ചകൾക്ക് ശേഷം US പട്ടിച്ചന്തയ്ക്ക് പോയതുപോലെ തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ ഒരു വിഷയമാണ് ഈ ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുക എന്നുള്ളത് US കൃത്യമായിട്ട് അറിയാമായിരുന്നതല്ലേ സർ? അത് ആർക്കാണ് ചർച്ചയിൽ പരാജയം പറ്റിയത് എന്ന് പറയാനായിട്ട് എനിക്കിപ്പോഴും ധൈര്യമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ചർച്ച വിജയിക്കില്ല എന്ന് ഉറപ്പായിരുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ യുറേനിയം എൻറിച്ച്മെൻറ്റ് ഫെസിലിറ്റി ഞങ്ങൾക്ക് തുടരുക തന്നെ ചെയ്യും. ഞങ്ങൾ ഹോർമുസ് സ്ട്രേറ്റിൽ ഞങ്ങൾക്കുള്ള സ്വാധീനം ഞങ്ങൾ ഒരു കാലത്തും അടിയറ വയ്ക്കില്ല. പിന്നെ ലെബനണിലുള്ള യുദ്ധം അമേരിക്കയും ഇസ്രായേലും അവസാനിപ്പിക്കണം, ഇങ്ങനെയൊക്കെയാണ് ഈ ഇറാൻ സമാധാന ചർച്ചയ്ക്ക് മുന്നോടിയായിട്ട് വെച്ച വ്യവസ്ഥകൾ. അമേരിക്ക മുന്നോട്ട് വെച്ച വ്യവസ്ഥകളിൽ ഈ യുറേനിയം എൻറിച്ച്മെന്റ്, ഇറാന് അണുബോംബ് ഉണ്ടാക്കാൻ പറ്റൂല എന്നുള്ള കാര്യമൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഇറാൻ പിന്നോട്ട് പോവില്ല എന്നും എല്ലാവർക്കും അറിയായിരുന്നു. പക്ഷെ അവർ ഇന്നലെ 21 മണിക്കൂറാണ് ചർച്ച നടത്തിയത്. 21 മണിക്കൂർ ചർച്ച നടത്തിയെന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക് പ്രസിഡന്റ് ട്രംപുമായിട്ട് വൈസ് പ്രസിഡന്റ് വാൻസ് ഒരു 7-8 തവണ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ അവസാനമായി കഴിഞ്ഞപ്പോൾ ഇന്ന് രാവിലെ ഒറ്റയാണ് ഇന്ത്യൻ സമയം, അതിരാവിലെയാണ് അവർ പറഞ്ഞ് ചർച്ച പരാജയപ്പെട്ടു എന്ന്. ചർച്ച പരാജയപ്പെട്ടതിന് വാൻസ് പറഞ്ഞത് എന്താ വെച്ചാൽ അമേരിക്കൻ വ്യവസ്ഥകളൊന്നും ഇറാൻ അംഗീകരിച്ചില്ല എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റ്, യുറേനിയം എൻറിച്ച്മെൻറ്റ് ഫെസിലിറ്റി ആയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും, ഞങ്ങളെ തടയാൻ പറ്റൂല, ഹോർമുസ് സ്ട്രേറ്റിൽ ഞങ്ങൾ ഒരു കോംപ്രമൈസിനും ഇല്ല, അതുപോലെ ലെബനനിലുള്ള ആക്രമണങ്ങൾ നിർത്തിവെക്കാതെ ഞങ്ങൾ ചർച്ചയ്ക്ക് വരില്ല എന്നുണ്ട്. കാരണം ലെബനനിലെ ഇറാൻ്റെ വേറൊരു വേർഷനുണ്ട്, ഇറാൻ്റെ വേറൊരു മറ്റേ സൈനിക കേന്ദ്രീകൃത ഏരിയയാണ് ലെബനൻ. അവിടെയാണ് ഇവർ ഹെസ്ബൊള്ളേനെ ഇത് ചെയ്യണം മുഴുവനും. ഈ ക്യുദ് ഫോഴ്സ് അവർ ഏറ്റവും കൂടുതൽ പരിപോഷിപ്പിക്കുന്ന ഒരു ഭീകരവാദ സംഘടനയാണ് ഹെസ്ബൊള്ള. ആ ഹെസ്ബൊള്ളയ്ക്കെതിരായിട്ടാണ് ഈ ലെബനോണിനെ ഇസ്രായേലും അമേരിക്കയും മാറി മാറി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നിർത്താതെ ഞങ്ങൾ ചർച്ചയ്ക്ക് വരില്ല എന്നൊക്കെയാണ് അവർ ഈ ത്രൂ ഔട്ട് നയതന്ത്ര ചർച്ച നടക്കുമ്പോൾ അവർ പറഞ്ഞത്. പക്ഷേ ഇതിനു മുമ്പും പറഞ്ഞുകൊണ്ടിരുന്നത് യുറേനിയം എൻറിച്ച്മെന്റ് പ്രോഗ്രാമിൽ നിന്ന് ഇവർ പുറകോട്ട് പോകില്ല എന്നുള്ളത് തന്നെയായിരുന്നല്ലോ. ചർച്ചയ്ക്ക് പുറപ്പെടും മുമ്പും ഇവർ സംസാരിച്ചിരുന്ന വിഷയങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ലെബനോണിന്റെ കാര്യം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്രായേലാണ് അവിടെ കയറി അടിക്കുന്നത്. ഇസ്രായേലിനോട് ട്രംപ് പറയുന്നുണ്ട്, നിങ്ങൾ ഇനി ദൈവത്തെ ഓർത്ത് അടിക്കല്ലേ, എന്റെ വരിപ്പളകും എന്നാണ് പറഞ്ഞത്. പക്ഷേ അതുപോലും വിലക്ക് വെക്കാതെ ഇസ്രായേൽ കയറി അടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിലയ്ക്ക് നിർത്താനായിട്ട് ഇസ്രായേലിനെ അമേരിക്കയ്ക്കും കഴിയുന്നില്ല. പ്രജിതയ്ക്ക് ഇപ്പോഴും ഇസ്രായേൽ അമേരിക്കൻ ബന്ധങ്ങളെ പറ്റിയിട്ട് അറിയില്ലേ? ഇസ്രായേലിന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യവും അമേരിക്ക ചെയ്യൂല. ഇസ്രായേലിൻ്റെ അടുത്ത് ആക്രമിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇസ്രായേൽ കയറി ആക്രമിച്ചു അവരെ. അത് കഴിഞ്ഞ് ഒരു എന്താ പറയണേ, റിഫൈനറിയൊക്കെ തകർത്തു. അപ്പോൾ അമേരിക്ക ഭയങ്കര ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഫോർ പബ്ലിക് കൺസംഷൻ. അത് കഴിഞ്ഞ് എന്താ ഉണ്ടായത്? ഇസ്രായേൽ പറഞ്ഞു, ശരിയാണ്, ഞങ്ങൾ അമേരിക്കയെ വിശ്വാസത്തിലെടുക്കാതെയാണ് പോയി ആക്രമിച്ചത്, ഇനി ഞങ്ങൾ ആക്രമിക്കുമ്പോൾ അവരെ വിശ്വാസത്തിലെടുത്തിട്ടേ ആക്രമിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ചർച്ചയ്ക്ക് മുൻകൈ എടുത്തത് ആരാണ്? പാകിസ്ഥാനാണ്. പാകിസ്ഥാന് ഇൻ്റർനാഷണൽ ഡിപ്ലോമസിയെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയാൻ യോഗ്യതയുണ്ടോ? പണ്ട് ഒരു ക്രിക്കറ്റ് കളിക്കാരനുണ്ടായിരുന്നു, ക്രിക്കറ്റിൽ താല്പര്യമുണ്ടല്ലോ അല്ലേ, കുറച്ചെങ്കിലും അറിയാമല്ലോ. എനിക്കും അറിയാൻ പാടില്ല, എന്നാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ഞാൻ നോക്കാറുണ്ട്. അപ്പോൾ ഇയാൻ ബോത്തം എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ക്രിക്കറ്റ് കളിക്കാരനുണ്ട്. അയാൾ പാകിസ്ഥാനിലുണ്ടായ അനുഭവത്തെ പറ്റി പറയുന്നതാണ്. പാകിസ്ഥാനിൽ കളിക്കാൻ ചെല്ലുന്ന എല്ലാ ടീമുകളും തോൽക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ 11 കളിക്കാരോടല്ല മത്സരിക്കണം. പാകിസ്ഥാനിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ സന്ദർശക ടീം മുഴുവൻ 13 കളിക്കാരോടാണ് മത്സരിക്കുന്നത്. 11 കളിക്കാരും 2 അമ്പയർമാരും. അമ്പയർമാർ ഒരിക്കലും പാകിസ്ഥാന് എതിരായിട്ടുള്ള ഡിസിഷൻ കൊടുക്കൂല. അവർ ഔട്ടായാലും ഔട്ടല്ല എന്ന് പറയും. മറ്റുള്ള ആൾക്കാരുടെ അടുത്തുകൂടി പന്ത് പോയി കഴിഞ്ഞാൽ അപ്പം ഔട്ടാന്ന് പറയും. അങ്ങനെയാണ് പറയുക. അപ്പോൾ ഇയാൻ ബോത്തമിൻ്റെ അടുത്ത് ചോദിച്ചു, ഹൗ ഈസ് പാകിസ്ഥാൻ, വുഡ് യു ലൈക്ക് ടു പ്ലേ ഇൻ പാകിസ്ഥാൻ, നിങ്ങൾ പാകിസ്ഥാനിൽ കളിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാൻ ബോത്തം പറഞ്ഞത്, പാകിസ്ഥാൻ ഇസ് എ കൺട്രി വേർ ഐ വിൽ സെൻഡ് മൈ മദർ ഇൻ ലോ ടു. എൻ്റെ അമ്മായിയമ്മേനെ ഞാൻ പാകിസ്ഥാനിലേക്ക് വിടും. ഈ അമ്മായിയമ്മ മരുമോൻ പോലെ എല്ലായിടത്തും ഉള്ളത് കോമൺ ആണ്.
ഇംഗ്ലണ്ടും അതിൽ നിന്ന് എന്താ പറയണ വ്യത്യസ്തമല്ല. ഫ്രീ അല്ല, പാകിസ്ഥാനും ഫ്രീ അല്ല. അപ്പം തന്നെ മനസ്സിലായില്ലേ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അവർക്ക് നയതന്ത്ര ബന്ധമൊന്നും ഇല്ലല്ലോ. അവർ ഈ പറഞ്ഞ പോലെ കാട്ടുഭരണമാണ് പാകിസ്ഥാനിൽ. ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ് അവരായിക്കൂടി പേടിച്ച് ചുറ്റും മറ്റേ ഉള്ള നിന്നിരുന്ന ഈ ഇസ്ലാമിക് രാജ്യങ്ങളുമായിട്ടായിരുന്നു അവർ നല്ല ബന്ധം പുലർത്തിയിരുന്നത്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനും അവരുമായിട്ട് നല്ല റിലേഷനല്ല. സൗദി അറേബ്യയാണ് അവരുമായിട്ട് സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ പക്ഷേ ഇറാൻ അവരുമായിട്ട് വലിയ എന്താ പറയുക ബോർഡർ ഉണ്ടല്ലോ, ഏറ്റവും വലിയ അതെ. ബോർഡർ ഇറാനാണ്. അപ്പോൾ ഇറാൻ അവർക്ക് കണ്ടപാട് സാമ്പത്തിക സഹായമൊക്കെ നൽകണ്ടാവുകയെ. അപ്പോൾ അതുകൊണ്ട് ഇറാനെ ഹർട്ട് ചെയ്യാനായിട്ട് ഇവരൊന്നും ചെയ്യില്ല, എന്തെങ്കിലും പറഞ്ഞ് ഒതുക്കിയിട്ടുണ്ടാവും. പിന്നെ വേറൊന്നുള്ളത്, ഇതിൻ്റെ ബാക്ക് റൂം ഓപ്പറേഷൻ എന്തായിരുന്നു എന്ന് നമുക്കറിയില്ല. ഇതിൻ്റെ ഈ പാകിസ്ഥാൻ്റെ കൂടെ ഈ ചർച്ചയ്ക്ക് വേറെ ആരൊക്കെയാണ് ഉണ്ടായിരുന്നു, വേറെ ഏതൊക്കെ രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നെന്നും വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടില്ല. അതൊന്നും പാകിസ്ഥാൻ പുറത്ത് വന്നിട്ടില്ല. വന്നിട്ടില്ല. അപ്പോൾ ഇത് ഇവർ 21 മണിക്കൂർ ചർച്ച നടത്തി. അമേരിക്കൻ ഉപാധികളൊന്നും അവർക്ക് സ്വീകാര്യമല്ല, ഇറാൻ്റെ വ്യവസ്ഥകളൊന്നും അമേരിക്കയ്ക്ക് സ്വീകാര്യമല്ല. അതുകൊണ്ട് ഒരു ചർച്ച പരാജയപ്പെട്ടു. JD വാൻസ്, വൈസ് പ്രസിഡന്റ് വാൻസ് ഇന്ന് തന്നെ തിരിച്ച് അമേരിക്കയ്ക്ക് പോയി കഴിഞ്ഞു. ഇപ്പോൾ ഈ പ്രസിഡന്റ് ട്രംപ് ഇന്നലെ ശനിയാഴ്ച ഫ്ലോറിഡയിലേക്ക് കണ്ടിട്ട് പോകുന്നതിന് മുമ്പ് പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വി വിൻ റിഗാർഡ്ലെസ് ഓഫ് വാട്ട് ഹാപ്പൻസ് ഇൻ ദ ഡിസ്കഷൻ. ചർച്ചയിൽ എന്ത് നടന്നാലും ശരി ഞങ്ങൾ ജയിച്ചു, ഞങ്ങൾക്കാണ് ജയം എന്ന് പറഞ്ഞു. അപ്പോൾ ഇറാൻ വ്യവസ്ഥകൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ ജയിക്കും, അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ ഒരു കാര്യമുള്ളത്, ട്രംപിൻ്റെ വാക്കുകളിലൊക്കെ കുറച്ച് ടോൺ ഡൗൺ ചെയ്തിട്ടുണ്ട് അയാൾ വാക്കുകൾ. അയാൾ പറഞ്ഞത്, ഇതിന് മുമ്പ് പറയുമ്പോൾ ഇറാൻ്റെ നേവിനെ വി ഒബ്ലിറ്ററേറ്റഡ്, ഇറാൻ്റെ ആർമീനെ വി ഒബ്ലിറ്ററേറ്റഡ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അയാൾ പറയുന്നത് എന്താ, പ്രസിഡന്റ് ട്രംപ് എന്താ പറയുന്നത്, ഞങ്ങൾ അവരെ തോൽപ്പിച്ചു, വി ഡിഫീറ്റഡ് ദി ഇറാനിയൻ ആർമി, വി ഡിഫീറ്റഡ് ദി ഇറാനിയൻ നേവി എന്നുള്ള ഈ വാക്കുകളൊക്കെ അന്താരാഷ്ട്ര നരേഷനിൽ വരുമ്പോൾ വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം. അത് പ്രസിഡന്റ് ട്രംപ് പറഞ്ഞാലും ഷബാസ് ഷെരീഫ് പറയുമ്പോഴും വളരെ സൂക്ഷിക്കണം. നമ്മൾ ആ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒബ്ലിറ്ററേഷൻ എന്നുള്ള വാക്ക് ഇപ്പോൾ അവരുടെ നെറേറ്റീവിലില്ല, തോൽപ്പിച്ചു എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. അതുപോലെ വാൻസ് പറഞ്ഞത്, ഞങ്ങൾ ഏറ്റവും നല്ല ഓഫറാണ് ഇറാൻ്റെ മുമ്പിൽ വെച്ചത്, പക്ഷെ അവർ സ്വീകരിച്ചില്ല, നഷ്ടം അവർക്കാണ്. അതുപോലെ തന്നെ പറഞ്ഞത് വേറൊരു കാര്യമുള്ളത്, അടുത്ത ചർച്ചകൾ വൈകാനായിട്ടുള്ള കാരണം പറഞ്ഞത്, വി ഹാവ് ഗിവൺ ദ ഫൈനൽ ആൻഡ് ബെസ്റ്റ് ഓഫർ. അത് സ്വീകരിക്കാതിരിക്കോ ഇറാൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ അൾട്ടിമേറ്റ്ലി അവരുടെ ഇറ്റ് ഇസ് ഫോർ ദെയർ ഗുഡ് ദാറ്റ് വി ഹാവ് ഗിവൺ ദിസ് ഓഫർ. അവരുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും നല്ല ഓഫർ മുമ്പോട്ട് വെച്ചത്. ഈ ഓഫർ എന്താണെന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. പിന്നെ ഇറാൻ ഒരു കാര്യം 21 മണിക്കൂർ ചർച്ചയിൽ ഇറാൻ നിരന്തരമായിട്ട് പറഞ്ഞത്, ഒരു അണുബോംബ് വികസിപ്പിച്ചെടുക്കാനായിട്ടുള്ള ഇറാൻ്റെ ശ്രമത്തിന് ഒരു കാരണത്താലും പിന്നോട്ട് പോവില്ല ഇറാൻ, അവർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നാണ് പറഞ്ഞത്. അതുപോലെ സ്ട്രെയിറ്റ് ഹോർമസ് ആ കടലിടുക്കിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇറാൻ തയ്യാറല്ല. അതായത് അതിന് അടിയിൽ മുഴുവനും ന്യൂക്ലിയർ മൈൻസ് പാവിയേക്കാണ്. പക്ഷെ ആ മൈൻസ് ഇപ്പൊ എവിടെയാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് എന്നും പറയുന്നുണ്ട്. അതപ്പോൾ അമേരിക്ക അവരുടെ മൈൻ സ്വീപ്പേഴ്സിനെ വിട്ടിട്ടുണ്ട്. ഏതാണ്ട് 10-20 മൈൻ സ്വീപ്പേഴ്സ് അതിനകത്തേക്ക് പോയിട്ടുണ്ട്. അത് അവർ കണ്ടുപിടിക്കുന്നതാണ് പറയുന്നത്. അത് റിമൂവ് ചെയ്യുന്ന പറയുന്നു അവർ. ഫലത്തിൽ ഈ ചർച്ച നടത്തിയത് കൊണ്ട് 21 മണിക്കൂർ നീണ്ട ഈ മാരത്തൺ ചർച്ചയ്ക്ക് ശേഷം ഇനി ലോകത്തെ കാത്തിരിക്കുന്നത് എന്തായിരിക്കും? പ്രജിത, എന്താണ് ചർച്ച, എന്തായിരുന്നു അവരുടെ പോയിന്റ്സ് ഓഫ് ഡിസഗ്രിമെന്റ്, അവർ വിസമ്മതം പ്രകടിപ്പിക്കുന്നത് എന്തൊക്കെ കാര്യത്തിലാണെന്നുള്ളതെ കുറിച്ചിട്ട് വൈസ് പ്രസിഡന്റ് വാൻസ് പറഞ്ഞില്ല. അദ്ദേഹത്തോട് കൂടുതൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇപ്പം ഇത്രേ പറയാനുള്ളൂ, മീഡിയയിൽ കൂടിയല്ല ഞാനിത് സംസാരിക്കാൻ പോകണം. അദ്ദേഹത്തിന് അവിടെ പോയിട്ട് പ്രസിഡന്റിനെയും സ്റ്റേറ്റ് സെക്രട്ടറിനെയും ധരിപ്പിക്കാനുണ്ടല്ലോ ഇത്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്കറിയുള്ളൂ, കാത്തിരിക്കേണ്ടി വരും. കാരണം നാളെ അല്ലെങ്കിൽ മറ്റന്നാളാകുമ്പോഴത്തേക്കും എന്താണ് ഇതിൻ്റെ കാരണമെന്ന് വിശകലനം ചെയ്യും. ഇതിനകത്ത്
ഈ പാകിസ്ഥാൻ ഒരിക്കലും ഒരു നല്ല നെഗോഷിയേറ്ററോ അല്ലെങ്കിൽ ഫെസിലിറ്റേറ്ററോ അല്ല എന്നുള്ള കാര്യം സത്യമാണ്. കാരണം അവർക്ക് വിദേശ നയം ഒന്നും അറിയാൻ പാടില്ലല്ലോ. അവർക്ക് ആർക്കൂടി അറിയാവുന്ന ഈ ഭീകരവാദികളെ വിട്ട് ഇന്ത്യക്ക് എതിരെ ആക്രമണം നടത്താൻ മാത്രമേ ഉള്ളൂ. അവിടുത്തെ ജീവിത നിലവാരത്തിനൊക്കെ പറ്റി അറിയാമല്ലോ. ഇപ്പോൾ ഈ നല്ല ശക്തിയുള്ള അതല്ലെങ്കിൽ സാമ്പത്തികമായും സാംസ്കാരികമായും മുന്നിട്ട് നിൽക്കുന്ന രാജ്യങ്ങളുണ്ട്. അവരൊക്കെയാണ് ഫെസിലിറ്റേറ്റേഴ്സായിട്ട് ഇങ്ങനെയുള്ള ചർച്ചകൾ വരുമ്പോൾ ചർച്ച നടത്താനായിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യേണ്ട അവരാണ്. അതല്ലാതെ പാകിസ്ഥാനെ പോലുള്ള കാട്ടുരാജ്യങ്ങളല്ല. ഉദാഹരണത്തിന് ഇപ്പോൾ യൂറോപ്പിൽ തന്നെ വികസിത രാജ്യങ്ങളാണ് സ്വീഡനും നോർവേയൊക്കെ. എന്തായി? ശ്രീലങ്കൻ പ്രശ്നത്തിൽ ഇടപെട്ടു അവർ. LTTE ഹെൽപ്പ് ചെയ്യാൻ വന്നു എന്നും പറഞ്ഞുകൊണ്ട് വന്നു. LTTE ശ്രീലങ്കൻ പട്ടാളം ഒബ്ലിറ്ററേറ്റ് ചെയ്തു. ഇത് വളരെ തന്ത്രപൂർവ്വം ചെയ്യേണ്ട ആവശ്യമാണ്. നല്ല നയതന്ത്ര വിദഗ്ധന്മാർ വേണം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം പരിഹരിക്കാനായിട്ട്. പണ്ട് അമേരിക്കയ്ക്ക് നല്ല നയതന്ത്രജ്ഞന്മാരുണ്ടായിരുന്നു. ഹെൻറി കിസിഞ്ചർ ഉണ്ടായിരുന്നു. അതുപോലെ ജർമ്മനിയിലൊക്കെ ഒരു വലിയ സോഷ്യലിസ്റ്റ് നേതാവ് ഉണ്ടായിരുന്നു, വില്ലി ബ്രാൻഡ്. ഇവരൊക്കെ പറഞ്ഞാൽ ലോകം കേൾക്കും. ഈ ഷവാസ് ഷെറീഫിനെ കുറിച്ച് ആര് കേൾക്കാനാണ്? ഇപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ട് മീഡിയേറ്റർ തിരഞ്ഞെടുത്തതിൽ പോലും പാളിച്ചുണ്ട്. അതെ, എന്തോ ഈ പറഞ്ഞ പോലെ അമേരിക്കയുടെ ഒരു ബെനാമി ഓപ്പറേറ്റർ ആയിട്ടാണ് പാകിസ്ഥാൻ വർക്ക് ചെയ്തത്. കാരണം പാകിസ്ഥാന്റെ സാമ്പത്തിക സത്യത്തിൽ ഈ ഒരു മീഡിയേഷൻ ചർച്ച ഇതൊരു നാടകമായിരുന്നു. ഒരു സ്റ്റേജ് വരെ നാടകം തന്നെയായിരുന്നു. ഇങ്ങനൊരു ചർച്ചയ്ക്ക് ഇങ്ങനെയാണ് ഈ ചർച്ച എന്നുണ്ടെങ്കിൽ ഇത് നടത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇരു കൂട്ടർക്കും അറിയായിരുന്നു തങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുള്ള പ്രപ്പോസൽസ് മറ്റ് എതിർ കക്ഷിക്ക് സ്വീകാര്യമാണോ അല്ലയോ, അവരതിൽ നിന്ന് അവരത് അക്സെപ്റ്റ് ചെയ്യുമോ അതോ അവർ പിന്നോക്കം പോവുമോ എന്നുള്ള കാര്യം അമേരിക്കയ്ക്ക് അറിയായിരുന്നു. ഇപ്പോൾ ഇറാൻ്റെ ന്യൂക്ലിയർ പദ്ധതിക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല എന്ന് ഇറാൻ കട്ടായം പറയാനുണ്ടായിരുന്നു. അമേരിക്കയ്ക്കറിയാം. അമേരിക്കയുടെ അടുത്ത് അവർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അതിൽ നിന്നും പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല, ഞങ്ങളുടെ മിസൈൽ പ്രോഗ്രാമിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല എന്ന് അവർ പറഞ്ഞിട്ടില്ലേ. സോ നാച്ചുറലി ഇതൊരു നാടകം തന്നെയായിരുന്നു. ഇനി പിന്നെ വേറൊരു കാര്യമുണ്ട്. ഏതെങ്കിലും ഒരു ബ്രേക്ക് ത്രൂ എന്ന് പറയും. ഈ 21 മണിക്കൂർ ചർച്ചയിൽ 1-2 പോയിൻറ്റ്സ് ബ്രേക്ക് ത്രൂ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതറിയാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കണം. പിന്നെ ഒരു പ്രശ്നമുള്ളത്, ട്രംപിൻ്റെ മരുമോൻ ഈ കൂട്ടത്തിലുണ്ട്, കോഷണർ എന്നിട്ട് പറയാം. അയാൾ വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ ഉടമസ്ഥനാണ്. കമന്ന് കിടന്നാൽ കാൽപ്പണം എന്ന് പറയുന്ന പാർട്ടിയാണ് ഇവരൊക്കെ. ഇപ്പം ഇറാനിൽ ഇപ്പോൾ നടത്താൻ പോണ വലിയ റീകൺസ്ട്രക്ഷൻ വർക്ക് അമേരിക്കൻ കമ്പനികൾക്ക് കിട്ടിക്കൂടായികയില്ല. അതിൻ്റെ ഒരു എന്താ പറയണ ഈ ഉപാധിയായിട്ടായിരിക്കാം, അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു വഴി തെളിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ചർച്ച ഇങ്ങനെ സംഘടിപ്പിച്ചത്. യുദ്ധം അവസാനിച്ചിട്ടില്ല, യുദ്ധം നടക്കുക തന്നെ ചെയ്യും. ഇപ്പം 2 ആഴ്ചത്തേക്ക് ഒരു നടത്തൂല, ഒന്നും ചെയ്യൂല എന്നാണ് ട്രംപ് പറഞ്ഞേക്കണേ. അയാൾ നേരം വിളിച്ചാകുമ്പോൾ നാളെ ആയിരിക്കും തോന്നുക കുറേ ബോംബ് അവിടെ കൊണ്ടിട്ടേക്കാൻ തോന്നുന്നു, അവരത് ചെയ്യും. ഇപ്പം ലെബനനിൽ ഇസ്രായേൽ ആക്രമണം നടത്തരുതെന്ന് പറഞ്ഞിട്ട് ഇന്നലെ മിനിങ്ങാന്നൊക്കെ ആയിട്ട് എത്ര ബോംബാക്രമണം നടത്തിയിരിക്കണവർ. സ്വന്തം സുരക്ഷിതത്വം വിട്ടിട്ട് ഒരു കളിയും നടക്കില്ല പ്രജിത. കാരണം എന്താ വെച്ചാൽ അമേരിക്കയ്ക്ക് അറിയാം, പാകിസ്ഥാൻ അമേരിക്ക വരെ ചെന്നിട്ട് അല്ല ഇറാൻ അമേരിക്ക വരെ ചെന്നിട്ട് അറ്റാക്ക് ചെയ്യുന്ന അവർക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നടക്കില്ല. അത് അവരുടെ മിസൈലൊക്കെ ഉണ്ടെങ്കിൽ അവർ ഡിഗോ ഗാർഷ്യ വരെ അടുത്ത് വരെ വിട്ടു മിസൈൽ. അതിനു മുമ്പ് അത് കത്തി തീർന്നു എന്നാണ് പറയണത്. അപ്പോൾ അവർക്ക് ആ ഒരു കാര്യത്തിൽ ഉറപ്പാണ്. പക്ഷേ വേറെ എന്തൊക്കെയോ ഡീലിങ്സ്, അണ്ടർഗ്രൗണ്ട് ഡീലിങ്സ് ഉണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ എന്താ ഒരു ചർച്ച നടത്തുമല്ലോ നമ്മുടെ നാട്ടിൽ, ട്രേഡ് യൂണിയൻ ആൾക്കാരും രാഷ്ട്രീയക്കാരുമായിട്ട് മന്ത്രിയൊക്കെ ആയിട്ട് സമരം ഉണ്ടാവും. അപ്പോൾ ട്രേഡ് യൂണിയൻ നേതാക്കൾക്ക് കുറേ കാശ് കൊടുക്കും. അപ്പോൾ അവർ എന്തെങ്കിലും കാരണം പറഞ്ഞ് സമരം പിൻവലിക്കും. ആ രീതിയിലുള്ള ഒരു ചർച്ചയായിട്ട് ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. വി ഹാവ് ടു വെയിറ്റ്. കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്തായിരുന്നു ഇവരുടെ നെഗോഷിയേഷൻസിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തായിരുന്നു, എന്തൊക്കെ വ്യവസ്ഥകളായിരുന്നു, യഥാർത്ഥ വ്യവസ്ഥകൾ എന്തെല്ലാമായിരുന്നു എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. അതുവരെ ഇതൊരു എന്താ പറയുക പൊറാട്ട് നാടകമായിട്ട് കണക്കാക്കി വെച്ചാൽ മതിയായിരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ,
ഫോർ എൻ നേഷൻ, രാജ്യം, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.